നമസ്കാരം. കായംകുളം MLA പ്രതിഭ ഹരിയുടെ മകൻ കഞ്ചാവ് കേസിൽ പെട്ടതുമായി ബന്ധപ്പെട്ട കേസിന്റെ അലയൊലികൾ പല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒടുവിലായി പല രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഈ ഒരു പ്രശ്നം വഴിവെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ MLA ഈ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ മകന് പങ്കില്ല എന്ന അർത്ഥത്തിൽ പ്രതിഭ തന്നെ രംഗത്ത് വരികയും മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് എക്സൈസ് വകുപ്പ് തന്നെ അല്ലെങ്കിൽ എക്സൈസ് തന്നെ FIR ഇട്ട കേസിൽ 9ാം പ്രതിയായി MLAയുടെ മകൻ ഉൾപ്പെടുകയും ചെയ്തതോടുകൂടി പ്രതിഭ ഹരി അവരുടെ വാദങ്ങൾ തിരിച്ചടിയാവുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പിന്നോട്ട് പോയത്. ഇപ്പോഴിതാ BJPയുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ നടക്കുകയാണ്. അതായത് പ്രതിഭയ്ക്ക് ഈ ഒരു വിഷയത്തിൽ CPMന്റെ പിന്തുണ ലഭിച്ചില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണ അവർ അർഹിച്ചിരുന്നു എന്ന തരത്തിൽ ആണ് BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത്. ആദ്യഘട്ടത്തിൽ B. ഗോപാലകൃഷ്ണനാണ് പ്രതിഭ ഹരിക്ക്, അതായത് ഈ മകൻ കേസിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ B. ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലുള്ളൊരു സംശയം പ്രകടിപ്പിക്കുകയും പ്രതിഭ ഹരിക്ക് പിന്തുണ നൽകുകയും ആണ് ആദ്യം ഉണ്ടായത്. പിന്നീട് പല ഭാഗത്തു നിന്നും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും BJPയിലേക്ക് പ്രതിഭയെ ക്ഷണിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ഉള്ള പഴയ CPM നേതാവ് ബിപിൻ സി ബാബു അദ്ദേഹം BJPയിലേക്ക് കൂറുമാറിയിരുന്നു. ഇപ്പോൾ ബിപിൻ സി ബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭ ഹരിയെ BJPയിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് ബിപിൻ സി ബാബു തന്നെ പ്രതിഭ ഹരിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മകനെ ഈ കേസിൽ കുടുക്കിയതാണ് എന്ന തരത്തിൽ പ്രതിഭ പ്രതികരിക്കുകയും മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകുകയായിരുന്നുവെന്ന് അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു വിശദീകരണം വരികയും ചെയ്തിട്ടും എക്സൈസിന്റെ FIRൽ മകന്റെ പേര് ഉൾപ്പെടുകയും ചെയ്തത് എങ്ങനെയാണ് എന്നാണ് ഇനിയും മനസ്സിലാകാത്തത്. അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പമാണ് ഇപ്പോൾ CPM ഈ കാര്യത്തിൽ ഒരു പിന്തുണ MLAക്ക് നൽകിയിട്ടില്ല എന്ന് വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് BJP രംഗത്ത് എത്തുന്നത്. എന്തായാലും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണോ BJP ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും കായംകുളം MLAയെ BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ സജീവമായി തുടരുന്നത്. അടുത്ത തവണ ഒരു സീറ്റ് അല്ലെങ്കിൽ മത്സരിക്കാൻ ഉണ്ടാവാൻ സാധ്യത, അതായത് പ്രതിഭ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് എത്തിച്ച ഒരു സീറ്റ് നൽകി അവിടെ മത്സരിപ്പിക്കാനുള്ള അത്തരം നീക്കങ്ങളും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് CPM വിട്ട നേതാക്കളെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് BJP പ്രതിഭയെ ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്.